നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്ര. ഇന്ന് നമ്മൾ പറയുന്നത് ഹസ്തരേഖയെ കുറിച്ചിട്ടാണ്. ഹസ്തരേഖയിൽ തന്നെ വ്യാഴമണ്ഡലം. അപ്പോൾ വ്യാഴമണ്ഡലത്തിൽ നമ്മൾ മറ്റ് വീഡിയോകളിൽ കൂടെ വ്യാഴമണ്ഡലത്തിൻ്റെ ഷേപ്പും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വ്യാഴമണ്ഡലത്തിൽ കൊണ്ട് പറയുന്ന ലാഭ സംബന്ധമായ വിഷയങ്ങളിൽ പെട്ടെന്ന് കടക്കാരാകുന്ന കുറച്ച് യോഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ രേഖകൾ ചിലപ്പോൾ അധികകാലം ഉണ്ടാവില്ല. ഒരു സുപ്രഭാതത്തിൽ തെളിഞ്ഞു വരികയും കുറച്ചു നേരം അതിൽ നിന്ന് പിന്നെ അങ്ങ് മാഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വ്യാഴമണ്ഡലത്തിലെ വ്യാഴ മോതിരം അല്ലെങ്കിൽ സോളമൻ റിംഗ് എന്നൊക്കെ പറയുന്ന, അതായത് നമ്മുടെ വലത് ആണുങ്ങൾക്കാണെങ്കിൽ വലത് കൈ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇടത് കൈ, ചിലപ്പോൾ രണ്ട് കൈകളും നോക്കേണ്ട ആവശ്യങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മുടെ വലത് കൈയുടെ ചൂണ്ടുവിരലിന് താഴെയായിട്ടുള്ളതിനെയാണ് വ്യാഴമണ്ഡലം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ഒരു വളയം പോലെ അല്ലെങ്കിൽ ഒരു മാല പോലെ ഒരു രേഖ ഇങ്ങനെ കാണുന്നതിനെയാണ് വ്യാഴമോതിരം അല്ലെങ്കിൽ സോളമൻ ചക്രവർത്തിയുടെ കയ്യിൽ ഈ രേഖ ഉണ്ടായിരുന്നതായിട്ടാണ് ഔദ്യോഗികമായിട്ട് ഉള്ള പഠനങ്ങളിൽ, ഹസ്തരേഖാ സംബന്ധമായ പഠനങ്ങളിൽ കാണുന്നത്. അപ്പം അത് ആ ചക്രവർത്തിക്ക് അത് ഉണ്ടായിരുന്നെന്നും ആ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ളതും പറയുന്നു. വ്യാഴ മോതിരം അല്ലെങ്കിൽ സോളമൻ റിംഗ് കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും വിജ്ഞാന തീഷ്ണത അവർക്ക് വളരെ ഉയർന്നിരിക്കുന്ന അതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ആധുനികമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പഠിക്കുന്നതിൽ അല്ലെങ്കിൽ അറിവുകൾ സമ്പാദിക്കുന്ന വിഷയങ്ങളിൽ വളരെ അമിതമായ താല്പര്യം അല്ലെങ്കിൽ അറിവുകൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ നല്ല ടീച്ചർമാർക്ക് ഈ രേഖ കാണുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അറിവുകൾ നേടുകയും അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഈ രേഖ കയ്യിൽ കാണുന്നവർ. അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. സാമ്പത്തികമായാലും ആരോഗ്യമായാലും കുടുംബ പ്രശ്നങ്ങളിലായാലും ഇവരെല്ലാം എല്ലാം തികഞ്ഞവരെന്ന് പറയുന്നത് പോലെ എല്ലാം അവർക്കുണ്ടാവും. പിന്നെ ഈ രേഖ അത്രയ്ക്ക് ഗുണകരമായ ഒരു വിഷയമാണ് ഇത് ഒരാളുടെ കയ്യിൽ കാണുക എന്ന് പറയുന്നത്. അറിവിന് വളരെ പ്രാധാന്യം കൊടുക്കും. മറ്റുള്ളവർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ ഈ വ്യക്തികൾക്ക് സാധിക്കും. അവർ പറയുന്നത് പോലെ കേട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം ഉറപ്പായിരിക്കും. ഈശ്വരാനുഗ്രഹം നേരിട്ട് കിട്ടിയ ഒരു ഹസ്തം എന്ന് തന്നെ നമുക്ക് ഹസ്തരേഖയെ വിശേഷിപ്പിക്കുന്ന ഈ സോളമൻ റിംഗ് ഉള്ളവരെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ വ്യാഴമണ്ഡലത്തിൽ നിന്ന് ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ സൈഡ് ആയിട്ട് രേഖകൾ വന്ന് അത് ഹൃദയരേഖയെ മുറിച്ച് പോവുകയാണെങ്കിൽ ആ കാണുന്ന കാലഘട്ടം, ഇത് എല്ലാ കാലഘട്ടത്തിലും കാണണമെന്നില്ല, ഇത് കാണുന്ന കാലഘട്ടത്തിൽ അവർക്ക് പ്രതീക്ഷിക്കാത്ത ധനനഷ്ടങ്ങൾ വന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വ്യാഴമണ്ഡലത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ലിംബമായിട്ട് രേഖകൾ തുടങ്ങി അത് ഹൃദയരേഖയിൽ ചെന്ന് മുറിഞ്ഞ് അതിനെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് ചിലർ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ എല്ലാ കാലത്തും കാണത്തില്ല. ചില കാലഘട്ടത്തിൽ കാണുന്ന കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നു അല്ലെങ്കിൽ വലിയ ആപത്തുകൾ വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു രേഖകൾ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലൊരു ഹസ്തരേഖാ വിദഗ്ധനെയോ അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷിയോ കണ്ട് നിങ്ങളുടെ അപ്പോഴത്തെ സമയം ഒന്ന് വിലയിരുത്തി അതിന് വേണ്ടതായ പ്രതിവിധികൾ യഥാവിധി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അത് യഥാശക്തി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു അപകട സ്റ്റേജ് നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിക്കും. തലരേഖ അല്ലെങ്കിൽ കൈരേഖ എന്ന് പറയുന്നത്, തലരേഖ എന്ന് പറയുന്നത് ഹസ്തരേഖ തലവര പോലുള്ള നമുക്ക് പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അല്ലെങ്കിൽ തലവര തന്നെയാണ് നമ്മുടെ കയ്യിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവമായിട്ട് കാണിച്ചു തരുന്ന ആ മുന്നറിയിപ്പുകൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. അത് തന്നെയാണ് ഈ ശാസ്ത്രങ്ങളെ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഒരു മനുഷ്യന് ആപത്തുകളായാലും
രോഗ പ്രശ്നങ്ങളായാലും മരണമായാലും ഹസ്തരേഖയിൽ നമുക്ക് നേരത്തെ അത് അറിയാൻ പറ്റും. ജ്യോതിഷത്തിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിയാൻ പറ്റും. ഹസ്തരേഖയിൽ നമുക്ക് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്കത് അറിയാൻ പറ്റും. ജന്മാന്തര കൃതം ഭാവം വ്യാധി രൂപേണ ജായതേ. അപ്പോൾ ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മവും നമ്മൾ അനുഭവിക്കും അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പൊ അത് ഈ ജന്മത്തിൽ ചെയ്തതാണോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപമാണോ ഇപ്പം അനുഭവിക്കുന്നതിന് നല്ലൊരു ദൈവജ്ഞൻ അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കും. പക്ഷെ കയ്യെ സംബന്ധിച്ചോളം അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ ഏറ്റവും നല്ല ഉപാധിയാണ് ഹസ്തരേഖ. അപ്പം നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് ഈ ഹസ്തരേഖയിൽ ഈ പറഞ്ഞ രേഖകൾ ദേഹമണ്ഡലത്തിന് ക്രോസായിട്ട് ഹൃദയരേഖയെ മുറിച്ച് കിടക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ ആ കാണുന്ന കാലഘട്ടം നമുക്ക് ആയുസ്സിനെയൊക്കെ എത്രാമത്തെ വയസ്സിലൊക്കെ ഇത് വരും അല്ലെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് ഇത് വരുന്നതൊക്കെ നമുക്ക് ആയുർരേഖ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് നേരത്തെ മനുഷ്യനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള മുൻ വഴികൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ഹസ്തരേഖ വിദഗ്ധനായാലും ഒരു ജ്യോതിഷിക്കായാലും സാധിക്കും എന്നുള്ളത് ആണ് ഈ പറഞ്ഞ രേഖകൾ. തിരിച്ചും വരാം. അതായത് ഹൃദയരേഖയിൽ നിന്ന് ഒരു രേഖ പുറപ്പെട്ട് അത് വ്യാഴമണ്ഡലത്തിൽ നമ്മുടെ വിരലിന്റെ മേളിലോട്ട് കയറി പോകുന്നതായിട്ട് കാണുകയാണെങ്കിൽ ആ കാണുന്ന കാലഘട്ടം അത് എത്ര വയസ്സോ ആവട്ടെ, എത്ര വയസ്സിൽ വേണം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വയസ്സിലാണ് ഈ രേഖ കാണുന്നത് അല്ലെങ്കിൽ ഈ രേഖയുടെ അനുഭവം നമുക്ക് എപ്പോഴാണ് വരുന്നതൊക്കെ അറിയാൻ പറ്റും. ആ